ഓക്കെ, ഓൾ റൈറ്റ്. SSC CGL 2026 നമ്മുടെ ലക്ഷ്യം. SSC CGL പ്രിപ്പറേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു വാർണിംഗ് തരാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പോകുന്ന ഒരു കാലഘട്ടം ഈ CGL പ്രിപ്പറേഷൻ്റെ കാലഘട്ടമാണ്. പക്ഷെ ഒരിക്കലും നമ്മളത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഒരിക്കലും അത് അംഗീകരിക്കില്ല. ഞങ്ങൾ ഭയങ്കര സ്ട്രഗിളിംഗ് ആണെന്ന്, ഭയങ്കര സ്ട്രഗിളിലൂടെ കടന്നു പോകുകയാണെന്നാണ് പറയുക. പക്ഷേ നിങ്ങളൊരു ജോലിയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂടാ, നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പഠിച്ചിരുന്ന ഒരു കാലം, എല്ലാ ദിവസവും മാത്സിൻ്റെ കുറേ പ്രോബ്ലങ്ങൾ ചെയ്തിരുന്ന ഒരു കാലം, എല്ലാ ദിവസവും പത്രം വായിച്ചിരുന്ന അല്ലെങ്കിൽ ലോകവിവരം ഉണ്ടായിരുന്ന ഒരു കാലം, എല്ലാ ദിവസവും നമ്മളെ ബ്രെയിൻ ഭയങ്കരമായി വർക്ക് ചെയ്തിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തീർച്ചയായും നിങ്ങൾ ഒരിക്കലെങ്കിലും ആഗ്രഹിക്കും. നിങ്ങൾ ആ റൂമിലിരുന്ന് പഠിച്ച ഒരു ചെയറും ആ ടേബിളും ഒക്കെ നിങ്ങൾ കാര്യമായി തന്നെ മിസ് ചെയ്യും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്കാണ് 2026 CGL പഠിക്കാൻ പോകുന്ന നിങ്ങൾ ഓരോരുത്തരും കാലെടുത്ത് വെക്കാൻ വേണ്ടി പോകുന്നത്. കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിലുള്ള ഏറ്റവും വലിയ ടെൻഷൻ മാത്സ് ആണ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്, QA ആണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നതും QA പറ്റി തന്നെയാണ്. യെസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ SSC CGL 2026 പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ മാത്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും ഞാൻ പറയാൻ പോകുന്നത് നാളെ മുതൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇന്ന കാര്യങ്ങൾ പഠിക്കണം എന്നല്ല. നിങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ, ഈ ഒരു സബ്ജക്റ്റിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ്. നിങ്ങൾ വൃത്തിയായി ഇതിനെ ട്രീറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഈ ഒരു ജേണിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളൊരു ഫ്രണ്ടായിട്ട് നിങ്ങളെ കൂടെ നിൽക്കാൻ പോകുന്ന ആൾ മാത്സ് ആയിരിക്കും. നിങ്ങൾ കുറേ നാളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ മതി. മാത്സിൽ സ്ട്രോങ് ആണെങ്കിൽ എല്ലാ കാലത്തും മാത്സ് നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഒരു പരീക്ഷയിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, മാത്സിന് മാർക്ക് കുറഞ്ഞു പോയില്ല. നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഒരിക്കലും താഴേക്ക് പോവില്ല. സ്ഥിരമായി നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരാൾ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്കുള്ള ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നെ തീർച്ചയായും മാത്സിനെ കണക്കാക്കുക. അപ്പോൾ CGL പ്രിപ്പറേഷനിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ സോർട്ട് ചെയ്തെടുക്കേണ്ടത് മാത്സുമായി ബന്ധപ്പെട്ട QAയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആണ്. അതൊന്ന് റെഡിയാക്കിയാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ സോൾവ് ആയി, നമുക്ക് സമാധാനം ഉണ്ടായി, നമുക്ക് ചവിട്ടി നിൽക്കാനുള്ള ഒരു ഗ്രൗണ്ടും കിട്ടും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, മാത്സിനെ പറ്റി ചിന്തിക്കുക, QAനെ പറ്റി ചിന്തിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങളൊരു ബിഗിനറാണ്, ഫ്രം സീറോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുകയാണ്. ഇനി അത്യാവശ്യം ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം സിലബസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഒരു ബേസിക് സിലബസ് ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു ഐഡിയ തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒന്നാമതായി നമ്മൾ കടക്കേണ്ടത് കാൽക്കുലേഷനിലേക്കാണ്. ഓക്കെ, ഒരുപാട് ആൾക്കാർക്ക് മടിയാണ്. എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് പറ്റുന്നുണ്ട്, എനിക്ക് ഗുണിക്കാൻ അറിയാം, എനിക്ക് ഹരിക്കാൻ അറിയാം, എനിക്ക് കൂട്ടാൻ അറിയാം, എനിക്ക് കുറക്കാനറിയാം, ഇനി എന്തിനാണ് ഞാൻ കാൽക്കുലേഷൻ പഠിക്കുന്നത്? ഒരുപാട് ആൾക്കാർക്ക് മടിയാണ്. ചില ആൾക്കാർക്ക് ആവേശം കൂടുതലാണ്. ഈ കാൽക്കുലേഷൻ പഠിച്ച സമയം കളയണോ, നേരെ സിലബസിലേക്ക് പോകുന്നല്ലേ നല്ലത്? ഒരിക്കലും അല്ല, വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണത്. അങ്ങനെ ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെടുത്ത് വെളിയിൽ കളഞ്ഞോളാം. സിലബസിനേക്കാളും പ്രധാനപ്പെട്ടത് കാൽക്കുലേഷൻ ആണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞുതരാം. 25 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ടയർ 1-ന്, CGL ടയർ 1-നുള്ളത്. ഇത് ചെയ്യാൻ നമുക്ക് ടോട്ടൽ 25 മിനിറ്റ് പോലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ 60 മിനിറ്റിൽ 100 ക്വസ്റ്റ്യനാണ് ടോട്ടൽ ചെയ്യേണ്ടത്. അതിൽ 25 GK ഉണ്ട്, 25 ഇംഗ്ലീഷ് ഉണ്ട്, 25 റീസണിങ് ഉണ്ട്. ഈ 60 മിനിറ്റിൽ 35 മിനിറ്റിൽ ആ 3 ചെയ്തിട്ട് ബാക്കി 25 മിനിറ്റ് വേണം മാത്സിന് കൊടുക്കാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 25 ക്വസ്റ്റ്യൻ 25 മിനിറ്റിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റിൽ ചെയ്യണം എന്നാ. അത് നമ്മളെ കൊണ്ട് സാധിക്കുമോ? നമുക്ക് ചില പ്രോബ്ലങ്ങളിൽ ചില സ്റ്റെപ്പ് ചെയ്യാൻ തന്നെ സമയം എടുക്കില്ലേ? അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി സാധിക്കുക? ഇനി അങ്ങനെ ആയാൽ തന്നെ ഒരു വലിയ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മുടെ പ്ലാൻസ് കംപ്ലീറ്റ് എന്തായി പോകും, കട്ടായി പോകുന്നൊരവസ്ഥ ഉണ്ടാവും. പക്ഷേ നമുക്ക് കാൽക്കുലേഷൻ അത്യാവശ്യം സ്ട്രോങ് ആണ്, അത്യാവശ്യമല്ല നല്ലപോലെ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറേ സമയം സേവ് ചെയ്യാൻ പറ്റും. കുറേ സമയം എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് മൊത്തത്തിലാണ് കേട്ടോ, മൊത്തം എക്സാമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാത്ത ക്വസ്റ്റ്യൻസിൽ തിരിച്ചു പോയിട്ട് ഒന്നുകൂടെ ചെയ്ത് നോക്കാനുള്ള അവസരമാണ് ഈ 10 മിനിറ്റ് നിങ്ങൾക്ക് തരിക. മറ്റാർക്കും ഇല്ലാത്തൊരു അവസരമാണ് നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. അത് ഓഫർ ചെയ്യുന്ന ആരാ? തീർച്ചയായും കാൽക്കുലേഷൻ തന്നെയാണ്. നിങ്ങൾ കാൽക്കുലേഷൻ പ്രോപ്പർ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസണിങ്ങിലും എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ സ്പീഡിൽ പ്രോബ്ലംസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അപ്പോൾ തീർച്ചയായും കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. കാൽക്കുലേഷനിൽ ഏത് ലെവലിലേക്ക് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പ്രോബ്ലം വരികയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് വരികയാണ് 92/7. അപ്പൊ അതിന്റെ ആൻസർ പറയുന്ന സമയത്ത് 13.142857 എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കാൻ വേണ്ടി നമുക്ക് പറ്റണം. അത്രയും ലെവലിലേക്ക്, അല്ലെങ്കിൽ
ഒരു കാൽക്കുലേറ്ററിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുന്നതിനേക്കാളും പെട്ടെന്ന് ആൻസറുകളിലേക്ക് എത്താനുള്ള ഒരു ലെവലിലേക്ക് കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? പോകാൻ പറ്റും. എങ്ങനെ പോകാൻ പറ്റും? പ്രാക്ടീസ് ചെയ്യണോടാ. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാം, കൂട്ടാൻ നിങ്ങൾക്ക് അറിയാം, കുറയ്ക്കാൻ നിങ്ങൾക്ക് അറിയാം, ഗുണിക്കാൻ നിങ്ങൾക്ക് അറിയാം, ഹരിക്കാൻ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഹരിക്കാൻ നിങ്ങൾക്ക് അറിയാമായിട്ടും ഇതിന്റെ ഉത്തരം നമുക്ക് ചിലപ്പോൾ ഇപ്പൊ പറയാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ ചെറിയൊരു സമയം എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതൊക്കെ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ പറ്റണമെങ്കിൽ നമ്മളെ നോർമൽ പരിപാടികൾ നിർത്തിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്ക് ഇറങ്ങി പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. ഇതിപ്പോൾ പ്രിപ്പറേഷനൊക്കെ പോകുന്ന അത്യാവശ്യം ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്കൊരു 92x5 ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചിന്തിക്കണം, ചെയ്യുന്നതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം, ആൻസർ കണ്ടുപിടിക്കണം എന്നുള്ളൊരു തോട്ട് വരും. പെണ്ണെടുക്കും, നമ്മൾ എഴുതാൻ തുടങ്ങും. പക്ഷേ ഒരു തവണയെങ്കിലും കാൽക്കുലേഷനിൽ ഈ സാധനം പ്രാക്ടീസ് ചെയ്താൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, പെണ്ണെടുത്ത് ചെയ്യില്ല. ഡയറക്റ്റ് അതിന്റെ ആൻസറിലേക്ക് പോവുക ചെയ്യുക 460 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എങ്ങനെയാണ് അതിലേക്ക് പോകാന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് 5 എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം? 5 എന്ന് പറഞ്ഞാൽ 10/2 അറിയാം. അപ്പൊ എന്ത് ചെയ്യും? പകുതി എടുക്കും, എന്നിട്ടൊരു 0 ഇട്ട് കൊടുക്കും. 92ന്റെ പകുതി 46 0 ഇട്ടാൽ 460 ഇത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര തവണ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്? പകുതി എടുക്കാൻ നിങ്ങൾക്ക് എത്ര സ്പീഡ് ഉണ്ട്? ഇപ്പൊ പകുതി എടുക്കാൻ 0 ഇട്ടാൽ മതി, നമ്മൾ കേട്ടു അല്ലേ? എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു നമ്പർ കിട്ടിയാൽ പകുതി എടുക്കാൻ പറ്റുന്നുണ്ടോ? ആ സ്പീഡാണ് നിങ്ങൾ അക്വയർ ചെയ്യേണ്ടത്. അപ്പൊ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് കുറേ നാളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മളെ തലച്ചോറ് കൊണ്ട് കാൽക്കുലേഷൻ ചെയ്തിട്ടില്ല, നമ്മളെല്ലാം എഴുതിയ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ നമ്മൾ തലച്ചോറിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് കാൽക്കുലേഷൻ പ്രാക്ടീസിൽ. അപ്പൊ നിങ്ങൾ എക്സാമിന് ചെല്ലുന്ന സമയത്ത് കുറെ കാര്യങ്ങളൊക്കെ മനക്കണക്കായിട്ടൊക്കെ തന്നെ ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഒന്ന് ചിന്തിക്കുക നിങ്ങൾ. ഒരുപാട് ആൾക്കാർ നമ്മുടെ എക്സാം ഹാളിൽ ഇരുന്ന് പരീക്ഷ എഴുതാണ്. ആദ്യത്തെ ചോദ്യം വന്നു, എല്ലാവരും തലയും കൊണ്ട് കുനിഞ്ഞ് പെന്നും കൊണ്ട് എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ചോദ്യം തന്നെ നമുക്ക് നോക്കി ആൻസർ പറയാൻ പറ്റിയ അതിൽ വലിയൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേറൊന്നും കിട്ടാനില്ല. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കാൻ ആര് ഹെൽപ്പ് ചെയ്യും? കാൽക്കുലേഷൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് ആദ്യം തന്നെ ആരെ നിങ്ങൾ പഠിക്കുക? കാൽക്കുലേഷൻ പഠിക്കുക. കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ക്വയർ പഠിക്കേണ്ടി വരും, ക്യൂബ് പഠിക്കേണ്ടി വരും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ക്യൂബ് റൂട്ട് വരികയാണ്, എക്സാമിന് ഒരു ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു, 6859 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. എങ്ങനെ കണ്ടുപിടിക്കും? അവിടെ പഠിച്ചവനറിയാം ഇത് 19ന്റെ ക്യൂബാ, കഴിഞ്ഞു. ബാക്കിയുള്ളവർ അതിന്റെ പിന്നാലെ പോകുന്ന സമയത്ത് ഇവിടെ ഇത് പഠിച്ചവൻ അത് ആൻസർ ആയിട്ട് കിട്ടി. അവിടെയാണ് വ്യത്യാസം. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ടൈം സേവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പഠിച്ചെങ്കിലേ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് കോൺഫിഡന്റ് ആയി വെച്ചു എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് എന്ന് വരെ പഠിക്കണം? കുറച്ച് ആൾക്കാർ പറയും ആദ്യത്തെ ഒരു മാസം തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ട് കാൽക്കുലേഷൻ പ്രിപ്പയർ ചെയ്യണം, 2 മാസം പ്രിപ്പയർ ചെയ്യണം, 3 മാസം പ്രിപ്പയർ ചെയ്യണം. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എന്നാണോ ജോലി കിട്ടാൻ പോകുന്നത്, ജോലി കിട്ടാൻ പോകുന്ന അന്ന് വരെ, ജോലി കിട്ടി എന്ന് പറയുന്ന അന്ന് വരെ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? കാൽക്കുലേഷൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 15 മിനിറ്റോ 10 മിനിറ്റോ അരമണിക്കൂറോ ഒക്കെ വെച്ചിട്ട് ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോഴായിരിക്കും, രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റാൽ അന്നേരം തന്നെ കുറെ കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ അതൊക്കെ ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടൈം ഒരുപാട് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി കാൽക്കുലേഷൻ ഓക്കെ ആയി കഴിഞ്ഞാൽ അടുത്തതായിട്ട് എന്ത് ചെയ്യണം? കാൽക്കുലേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, എല്ലാ ദിവസവും കാൽക്കുലേഷൻസ് ചെയ്യാൻ തുടങ്ങി. അടുത്തതായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സിലബസിനെ പറ്റി മനസ്സിലാക്കണം.